നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഈ ചിങ്ങമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. 1201 ചിങ്ങമാസമാണ് നമ്മൾ നോക്കുന്നത്. ചിങ്ങമാസത്തെ ഫലം. ഇനി എല്ലാ മാസവും നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം പ്രതീക്ഷിക്കാം, ഇടുന്നുണ്ട്. കൂടാതെ അത് പലരും പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മൂവ് അനുസരിച്ചായിരിക്കും ഇടുക. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അത് ആവശ്യമുള്ളവർ. പിന്നെ എല്ലാ ദിവസത്തെയും നക്ഷത്രഫലങ്ങൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രാവിലെ 10 മണിക്ക് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസത്തെ ഫലമാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നാളത്തെ ഫലമായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസത്തെ ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ യൂട്യൂബ് ഒന്ന് നോക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതാത് ദിവസത്തെ ഫലം കിട്ടും. പിന്നെ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കി, ചന്ദ്രാധിഷ്ഠിത രാശിയെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. അതുകൊണ്ട് ഇതൊരു പൊതുഫലമായിട്ടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലമായിട്ടല്ല ഇത് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ഫലവും ഇതും തമ്മിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതക ഫലം ഇതിനകത്ത് ആഡ് ചെയ്താലാണ്, ജാതക ഫലം നോക്കിയാലാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പരിഹാര കർമ്മങ്ങൾ പറഞ്ഞിട്ടില്ല. പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ജാതക പരിശോധനയിലൂടെ മാത്രമായിരിക്കണം. കാരണം ജാതക പരിശോധന നോക്കുമ്പോൾ അഷ്ടവർഗം, അതേപോലെയുള്ള കാര്യങ്ങൾ, ഗ്രഹനില, അതിൻ്റെ അംശകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ജാതകം പരിശോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ജാതക പരിശോധനയ്ക്ക് ശേഷമാണ്. പിന്നെ പരിഹാരം എന്ന് പറയുന്നത് വലിയ വലിയ ഹോമങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നതിലൊന്നുമല്ല. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടെന്നല്ല. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങളുടെ ജാതകമനുസരിച്ചുള്ള ദോഷകരമായ ദേവത ഏതാണോ ആ ദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, നാമങ്ങളൊക്കെ ജപിക്കുന്നതാണ് ഫലം. കൂടാതെ അതാത് ദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പോയി തൊഴുക, ഒരു കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഏതാണ്ട് 80% നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പിന്നെ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ജാതക പരിശോധന, ചില പരിഹാര കർമ്മങ്ങളൊക്കെ വേണ്ടി വരും. അത് അപൂർവമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾ ജാതകം പരിശോധിപ്പിക്കുന്നത് തികച്ചും നിങ്ങൾക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരാളുടെ അടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആരെങ്കിലും പറയുന്ന കേട്ട ഒരാളുടെ അടുത്ത് പോകുന്നതല്ല. തികച്ചും വ്യക്തിപരമായി പരിചയമുള്ള ഒരു ആസ്ട്രോളജിയുടെ അടുത്ത് നിങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത്. കാരണം പല ജ്യോത്സ്യന്മാരും ആവശ്യമില്ലാതെ പരിഹാര കർമ്മങ്ങളൊക്കെ എഴുതി ഉപദ്രവിക്കുന്ന ടീമുകളുണ്ട്. എല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ആണോ എങ്കിൽ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പരിഹാര കർമ്മങ്ങളെ ഹോമമായിട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് അർച്ചനയായിട്ടോ അല്ലെങ്കിൽ നാമജപമൊക്കെ ആയിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ അവരവരുടെ കഴിവനുസരിച്ചാണ്. പക്ഷെ കഴിവുള്ളവർ ആ പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവിനനുസരിച്ചാണ് നമ്മൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത്. വളരെ ദുരിതവും പ്രയാസവും അനുഭവിച്ച ഒരു വലിയ ഹോമകർമ്മങ്ങളൊന്നും ചെയ്ത് വീണ്ടും ദുരിതങ്ങളിലേക്ക് പോകേണ്ടതില്ല, കടം ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിർദ്ദേശം പറഞ്ഞത്. ഇനി നമ്മൾ നക്ഷത്രഫലത്തിലേക്ക് വരികയാണ്. ഈ നക്ഷത്രഫലം എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതര നാമം ചെയ്താൽ മതി. നാരായണായ നമാന്നോ, ദേവിയെ നമാന്നോ, നമശിവായെന്നോ ഇഷ്ടദേവതര നാമം ചെയ്യുമ്പോൾ ഒരു ഗുണം കൂടെ ഉണ്ട്. ആ ഇഷ്ടദേവതര നാമം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും അത് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവും, പിന്നെ ഇത് വായിക്കുന്നവർക്കും ഉണ്ടാവും. കാരണം ദേവീ നാമമാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നാമങ്ങളാണല്ലോ, ഭഗവത് നാമങ്ങളാണല്ലോ കണ്ണിൽപ്പെടുന്നത്. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചുള്ള അഭിപ്രായമുള്ളവർ ഈ ദേവീനാമങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് ഗുണമുണ്ടാകുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ പെരുമാറുക. അതിനാണ് ദേവീനാമം കൂടെ കമൻറ്റ് ചെയ്തോളാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും നക്ഷത്ര ഫലത്തിലേക്ക് വരാം. ആദ്യം മേടക്കൂറാണ്. 2025 ചിങ്ങമാസത്തെ ഫലം. 2025 ചിങ്ങമാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. 2025
ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ളതാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിൽ ജനിച്ചത് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അമിതമായ ക്ഷോഭമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രോഗശമനം ഉണ്ടാകുന്ന ഒരു മാസം ആണ് ഇത് എങ്കിലും അങ്ങനെയാണ്, അത് തന്നെയാണെങ്കിലും ചില ദിവസങ്ങളിൽ രോഗവർദ്ധനവിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രോഗകാര്യങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ, മുൻകരുതൽ വേണം. ആവശ്യം മെഡിസിനൊന്നും ഉപയോഗിക്കാതെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതൊക്കെ കൃത്യമായി കഴിക്കാൻ ശ്രദ്ധിക്കണം. മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ. ശത്രുദോഷം കുറയുന്ന ഒരു മാസമാണിത്. നല്ല സുഹൃത്തുക്കളെ കണ്ടെടുത്താനും ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേന്മയുള്ള മാസം കൂടെയാണ്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് ഈ കൂറുകാർക്ക് കഴിയണം. കാരണം നല്ലൊരവസരം നമുക്ക് ഉണ്ടാകുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക. ജോലി സ്ഥലത്ത് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഭംഗിയായി തരണം ചെയ്യാനായിട്ട് കഴിയും. കച്ചവട രംഗത്തുള്ളവർ വരവും ചിലവും അറിഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചില പ്രയാസം ബിസിനസ് രംഗത്തൊക്കെ ഉണ്ടാകും. കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല എന്നിവ ഗുണം ചെയ്യും. അവിടെയൊക്കെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ദൂരയാത്രകൾ അത്ര മെച്ചമല്ല. ഇതാണ് നമുക്ക് ഈ മാസത്തെ ഫലമായിട്ട് നൽകുന്നത്. കൂട്ടിച്ചേർക്കലുകളൊക്കെ വേണ്ടമെന്നുള്ളവർ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ അടുത്ത മാസത്തെ ഫലം നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ അതുകൂടാണ്ട് എല്ലാ ദിവസത്തെയും ഫലം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് യൂട്യൂബ് നോക്കാം, യൂട്യൂബ് കിട്ടും. അതല്ലെങ്കിൽ ഓടക്കാലി ജ്യോതിഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ലഭിക്കുന്നതാണ്. യൂട്യൂബ് ചാനൽ ദിവസഫലങ്ങൾ കാണുന്നതിനായിട്ട് യൂട്യൂബ് ചാനൽ നോക്കുക. ഇനി നമുക്ക് ഇടവ മാസത്തെ ഫലങ്ങൾ നോക്കാം. 2025 ചിങ്ങമാസത്തെ ഇടവം കൂറുകാരുടെ നക്ഷത്രഫലം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. ഇതിൽ ജനിച്ചവരാണ് ഇടവക്കൂറിൽ ജനിച്ചതെന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം തൊഴിൽ രംഗത്ത് നല്ല പ്രകടനം നടത്താൻ കഴിയും. അനുകൂലമായ സാഹചര്യങ്ങളെ നന്നായി ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കണം. ഇപ്പോൾ തൊഴിൽ മേഖല മേന്മയുള്ളത് ആയിരിക്കും. യാത്രാരംഗത്ത് പുതുമകൾ അനുഭവിക്കാനായിട്ട് അവസരങ്ങൾ ലഭിക്കും. യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തിക രംഗത്ത് നേട്ടകോട്ടങ്ങൾ ഇടകലർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് കോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വേണം. സാമ്പത്തിക രംഗത്തൊക്കെ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. പലതും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധയോടെ, കരുതലോടെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ നടത്താനൊക്കെ അനുകൂലമായ സമയമാണ്. ഒരു കാര്യവും ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പലർക്കും പ്രശ്നങ്ങൾ, ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മളുടെ നാളത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം, ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകണം. അതിന് ഉപകരിക്കുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് ഈ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളെങ്കിലും കണക്ക് കൂട്ടി വച്ച് ഇരിക്കാനൊക്കെ ആയിട്ട് ഇവർ ശ്രദ്ധിക്കുക. ചിങ്ങമാസത്തെ ഫലം തന്നെയാണല്ലോ അത്. അതുകൊണ്ട് അപ്പോൾ പലതും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. കുടുംബസുഖം പൊതുവേ കുറയുന്ന ഒരു സമയമാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും തൻ്റെ ഗുണകരമായ മേഖലയിൽ നന്നായി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും.
വീട് പുതുക്കി പണിയാൻ കഴിയും. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ആളുകൾ ആലോചിക്കുക. ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമായ മാസമല്ല. ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമായ ഒരു സമയം ആണ്. വാഹന കാര്യങ്ങൾ ഒക്കെ മക്കളുടെ സഹായ സഹകരണങ്ങളോടെ സാധ്യമാകും. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ വാഹനം വാങ്ങുകയൊക്കെ ചെയ്യാനുള്ള മക്കളുമായിട്ട് സഹകരിച്ച് അത് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഇവരുടെ ഫലമായിട്ടുള്ളത്. ഞാൻ പറയാം, എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലെടുത്ത് നിങ്ങൾ നോക്കുക. എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓടക്കാലി ജ്യോതിഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തോ നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നിങ്ങൾ നോക്കുക. എല്ലാ ദിവസവും നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും ഫലങ്ങൾ വരിക തന്നെ ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് മിഥുനക്കൂറുകാരുടെ ഫലമാണ്. 2025 ചിങ്ങമാസം മിഥുനക്കൂറുകാർക്ക് എങ്ങനെയാണ് നോക്കാം. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലഘട്ടമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. മിഥുനക്കൂർ എന്ന് പറയുന്നത് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം അവസാന മുക്കാൽ ഭാഗം. നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തിലേക്ക് വരാം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു തടസ്സമുണ്ടാകുമെന്ന് കരുതി നിരാശമാകുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് തടസ്സങ്ങളൊക്കെ കാണുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കണ്ടെത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും, നമുക്കറിയാലോ. ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ തടസ്സങ്ങളെ നേരിടാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അതിനു വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളെയൊക്കെ ഉപകരിക്കേണ്ടത്. മറ്റുള്ളവരുടെ അംഗീകാരവും നേട്ടവുമൊക്കെ ലഭിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന മാസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ സാമ്പത്തിക രംഗത്ത് നല്ല രീതിയിലൊരു ആസൂത്രണ മികവ് ഉണ്ടാക്കിയെടുക്കുക. കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചിന്തിച്ചുറപ്പിച്ച് കൈകാര്യങ്ങൾ ചെയ്ത് പോവുക. ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഇത് എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ്, ഒരിക്കലും ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല. കാരണം ഇതിൻ്റെ പുറകിൽ വളരെ അധ്വാനമുണ്ട്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. മനസ്സുഖം ലഭിക്കുന്ന ഒരു മാസമാണ്. മനസ്സിന് ശാന്തി സമാധാനമൊക്കെ പല കാര്യങ്ങളും കഴിയും. കുടുംബാംഗങ്ങളുമായി നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അവസരം ലഭിക്കും. ഈ അവസരം ശരിക്കും വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശത്രുതാഭാവത്തോടെ നിൽക്കുന്നവർ, നമ്മൾ കുറച്ച് കാലമല്ലേ ഈ ഭൂമിയിലുള്ളൂ. അപ്പോൾ ആരോടും അങ്ങനെ ശത്രുത തോന്നേണ്ടതൊന്നുമില്ല. നമ്മളുടെ സമയദോഷം കൊണ്ടാണ് നമ്മളോട് മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാകുന്നത് എന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്കാരോടും ശത്രുത തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായി നഷ്ടപ്പെട്ട ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ധാരാളം യാത്രകൾക്ക് അവസരം ലഭിക്കും. കിട്ടുന്ന യാത്രകളൊക്കെ ഭംഗിയായി ആനന്ദപൂർണ്ണമായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് പേരുദോഷം കേൾക്കാതെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാസഫലത്തിൽ അതുണ്ട്, അതില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യത്തിലൊക്കെ ഇടപെട്ട് പേരുദോഷം കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ദിവസവും ഞാൻ മാസഫലം ഇടുന്നുണ്ട്. ആ ദിവസവും ഇടുന്ന ദിവസഫലം നിങ്ങൾ യൂട്യൂബിൽ കാണുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓടക്കാലി ജ്യോതിഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കിട്ടും. അതല്ലെങ്കിൽ എൻ്റെ ഇതിനകത്ത് കാണുന്ന ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനൽ കിട്ടും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എല്ലാ ദിവസവും കാണുക. എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി അത് കാണുക. ഇനി 2025 ചിങ്ങമാസത്തെ കർക്കിടകക്കൂറുകാരുടെ ഫലം. കർക്കിടകക്കൂറുകാർക്ക് ചിങ്ങമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2025 ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയമാണ് കർക്കിടകക്കൂർ. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം, ഇതാണ് കർക്കിടകക്കൂറ്. ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ല. ചതിയും വഞ്ചനയും അനുഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചതി, വഞ്ചന മുതലായവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണെങ്കിൽ അതറിഞ്ഞ് അതിനുള്ള സാഹചര്യങ്ങളെ
ഒഴിവാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. ദൂര യാത്രയ്ക്ക് യോഗമുണ്ട്. യാത്രകളൊക്കെ നന്നായിട്ട് ആസൂത്രണം ചെയ്ത് ആനന്ദത്തോടെ സന്തോഷത്തോടെ യാത്രകൾ ആസ്വദിക്കാൻ ഈ അവസരം നിങ്ങൾ കഴിയും. അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇവർ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. ബന്ധുഗുണങ്ങളും സുഹൃത്ത് ഗുണവും ഒക്കെ കുറവാണ്. ആവശ്യമില്ലാത്ത കലഹങ്ങളെയൊക്കെ ഒഴിവാക്കണം. വാക്കുകൾ അശ്രദ്ധമായി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെപ്പോഴും വേണ്ടതാണ്. പക്ഷേ ദോഷകരമായ ഒരു കാലഘട്ടമാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാസം വാക്കുകൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ അവരുമായി കലഹിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ മക്കളിൽ നിന്നൊക്കെ ചില ലാഭമൊക്കെ ഉണ്ടാവാം. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളുമായിട്ട് കലഹത്തിനുള്ള സാധ്യതയെയും ഒഴിവാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുന്നത് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം പറയുന്നത് മൂലമാണ്. നല്ലതല്ല പറയുന്നത്. പണ്ടെങ്ങോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് പലപ്പോഴും കലഹം ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ തൊഴിൽ ഗുണം അനുകൂലമാണ്. പിതൃസ്ഥാനീയരിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ ഇടപെടലുകൾ അത് നശിപ്പിക്കാൻ കാരണമാകരുത്. പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാൽ അത് മറ്റുള്ളവരൊക്കെ ഇടപെട്ട് നശിപ്പിക്കാനുള്ള സാഹചര്യത്തെ നമ്മളായിട്ട് സൃഷ്ടിച്ചു കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ കർക്കിടകക്കൂറുകാരത് ശ്രദ്ധിക്കണം എന്നർത്ഥം. അവർക്ക് ആ സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. കുടുംബ സ്വസ്ഥത ലഭിക്കും. കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിങ്ങമാസത്തെ നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ വളരെ മെന്മയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ദിവസഫലങ്ങൾ എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഒടക്കാലി ജ്യോതിഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താലും എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ കാണുന്നതിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക. അത് ഇന്ന് എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിറ്റേ ദിവസത്തെ ഫലമായിരിക്കും ഇന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് നിങ്ങൾക്ക് പോസ്റ്റ് ലഭിക്കും. ആ ദിവസത്തെ പോസ്റ്റ് ലഭിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ആ ദിവസത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും എന്ത് വേണം എന്ന് തീരുമാനിക്കാനുമുള്ള ഒരവസരമായിട്ട് അതിനെ വിനിയോഗിക്കുക. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാ ദിവസത്തെയും ഫലങ്ങൾ കാണാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. 2025 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. 2020 ചിങ്ങമാസം. അപ്പോൾ ആ ഒരു ദിവസത്തെ ചിങ്ങക്കൂറുകാരുടെ ചിങ്ങക്കൂർ എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ അനുഭവപ്പെടും. മറ്റുള്ളവരുടെ അംഗീകാരവും സഹായ സഹകരണങ്ങളും ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും നേത്രരോഗങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതൊന്ന് വളരെ നോട്ട് ചെയ്യുക. കണ്ണിന് അസുഖമുള്ളവർ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചികിത്സകളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം കണ്ണിൻ്റെ കാര്യത്തിൽ നോക്കാൻ. അശ്രദ്ധ കാണിക്കരുത്. നമ്മൾ ഒരവയവത്തെയും നമ്മൾ അശ്രദ്ധയോടെ കാണരുത്. കാരണം എല്ലാം നമുക്ക് വളരെ വേണ്ടതാണ്. അതുകൊണ്ട് അത് ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ ചെയ്യുക. ഈ ദിവസങ്ങളെ അല്ലെങ്കിൽ ഈ മാസം ഉണ്ടാകുന്ന നേട്ടങ്ങളെ, ചിങ്ങമാസത്തെ നേട്ടങ്ങളെ ക്രോധം മൂലം നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ, ആവശ്യമില്ലാതെ പറയുന്ന വാക്കുകളൊക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം ചില നഷ്ടങ്ങളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപമാനവും അപകീർത്തിയും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം അതും കൂടെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹത്തിന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ മേഖലയിൽ നിന്ന് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമായ സമയമാണ്. ലാഭകരമല്ലാത്ത പ്രവൃത്തികൾ ഏറ്റെടുത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കണം.
ചില ബന്ധങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില മാനസികാവസ്ഥയുടെ പേരിലൊക്കെ നഷ്ടങ്ങൾ വരുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനും അത് ചെയ്ത് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ഈ മാസം നിങ്ങൾക്ക് ഒരു പരിധി വരെ മനോഹരമാക്കി മാറ്റാനായിട്ട് കഴിയും. അതേപോലെ എല്ലാ ദിവസത്തെയും സൂചനകളെ നൽകിക്കൊണ്ട് ഞാൻ ദിവസഫലം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് യൂട്യൂബിലാണ് ഇടുന്നത്. ഓടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നോക്കിയാലും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിച്ചേരാം. എല്ലാ ദിവസത്തെയും നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾ കാണുക. അതനുസരിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. തലേ ദിവസം കിട്ടും, നിങ്ങൾക്ക് പിറ്റേ ദിവസത്തെ ഫലം ഇന്ന് കിട്ടും, നാളത്തെ ഫലം ഇന്ന് കിട്ടും. അപ്പോൾ ഇന്ന് അത് 10 മണിക്ക് കിട്ടിക്കഴിയുമ്പോൾ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയുമല്ലോ. അങ്ങനെ നേട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം 2025 ചിങ്ങമാസത്തെ കന്നിക്കൂറുകാരുടെ നക്ഷത്രഫലം. ഉത്രം അവസാന 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ചിങ്ങം എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലഘട്ടം. ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലം അല്ല. പലതും വേണ്ട പോലെ ചെയ്യാൻ കഴിയില്ല. അപമാനമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സുഖമുണ്ടാകും. കാര്യജയം പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിയും. ആ മനസ്സിൻ്റെ ശാന്താവസ്ഥ കാര്യജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതൊക്കെ ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ മേന്മ. മക്കളും ഭാര്യയും ഒക്കെയായി അനുകൂലമല്ലാത്ത അവസ്ഥയിൽ വരുന്നതിനാൽ അനുകൂലമായ അവസ്ഥയിൽ വരുന്നതിനാൽ കുടുംബസുഖവും പ്രതീക്ഷിക്കാം. ഭാര്യയും മക്കളും ഒക്കെ അനുകൂല സ്ഥിതിയിലായിരിക്കും. അതുകൊണ്ട് കുടുംബസുഖം പ്രതീക്ഷിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ ഇതിലൊക്കെ ഒരു ശ്രദ്ധയും കൂടെ കൊടുക്കണം എന്ന് മനസ്സിലാക്കുക. ദിവസഫലം കൂടെ നോക്കി കാണുക. അതിനകത്ത് ദോഷകരമായി പറയുന്നുണ്ടെങ്കിൽ ആ ദിവസമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. വീട്, വാഹനം എന്നിവയ്ക്ക് അനുകൂലമായ സമയം ആണ്. തൊഴിൽ രംഗത്ത് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കും. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സമയമാണെങ്കിൽ അത് ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യുക. കാരണം നമ്മളിവിടെ കുറച്ച് നാളല്ലേ ഉള്ളൂ. കുറേ വർഷങ്ങൾ, ഒരു 10-80 വർഷമൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് എന്തിനാണ് ബന്ധങ്ങളൊക്കെ നമ്മൾ ശിഥിലമാക്കുന്നത്? അതിനൊക്കെ നന്നാക്കിയെടുക്കുക. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമാണ്. വാഹന ചെലവ് വർദ്ധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കന്യാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം വലിയ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദോഷഫലങ്ങളൊക്കെ പറയുന്നത് അത് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനും ആണ്. അതേപോലെ ദിവസവും ഇടുന്ന നക്ഷത്രഫലങ്ങൾ കാണുക. ദിവസവും നക്ഷത്രഫലം ഇടുന്നത് യൂട്യൂബിലാണ്. ഒടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചേരാൻ കഴിയും. അത് കാണുക. ഇനി നമുക്ക് തുലാക്കൂർ 2025 ചിങ്ങമാസത്തെ തുലാക്കൂറുകാരുടെ നക്ഷത്രം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗം. 2025 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ ഉള്ളത്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മ മേഖലയിൽ പുതിയ പ്രവർത്തന മേഖലകൾ തുറക്കും. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും. ആരോഗ്യപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അമിതമായ ചിലവ് വരാതെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധ ആവശ്യമായ മേഖലയാണിത്. ചിലവ് ക്രമാതീതമായി വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ പോകും. അപ്പോൾ എന്തിനും ഒരു ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതില്ലാത്തതാണ് പല കാര്യങ്ങൾക്കും പല കുടുംബത്തിലെയും പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും കൈകാര്യം ചെയ്യുക. വാക്ക് തർക്കങ്ങൾ മൂലം ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ വാക്ക് തർക്കങ്ങളിൽ പോകാതിരിക്കുക. വീട് പണിയാനോ പുനർനിർമ്മാണത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. പഴയ വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ വീടുകൾ നിർമ്മിക്കാനോ ഒക്കെ ഉള്ള സാധ്യത ഉള്ള മാസമാണ്. വാഹന സംബന്ധമായി ചില നഷ്ടങ്ങൾ വരും. മക്കൾക്കായി ചില ധനച്ചെലവുകൾ വരും.
സുഹൃത്ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ ശ്രദ്ധിക്കുക. കടം കൊടുക്കുവാനോ വാങ്ങുവാനോ അനുകൂലമായ സമയം അല്ല. നേത്രരോഗം, പ്രമേഹം മുതലായ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു മാസമാണ്. എല്ലാ ദിവസത്തെയും ഫലം യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഉടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് സെർച്ച് ചെയ്യുക. ഇതിൽ കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉടക്കാലി ജ്യോതിഷം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. ഇനി 2025 ചിങ്ങമാസത്തെ ഫലം വൃശ്ചിക കൂറുകാരുടെ. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട 2025 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ ഉള്ളത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടി വരും. സുഹൃത്തുക്കൾ മൂലം പല പ്രതിസന്ധികളും ഉണ്ടാകും. ശത്രുക്കൾ മൂലം പലവിധ തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം. ഉറച്ച തീരുമാനങ്ങൾ അല്പാൽപമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. ബന്ധുജനങ്ങളുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. എടുത്തു ചാടി തീരുമാനമെടുക്കരുത്. ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് കഴിയും. പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല. സാമ്പത്തിക കാര്യത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യത്തിൽ പൊതുവേ അനുകൂലമാണ്. ഇത്രയുമൊക്കെ അനുകൂലമായ സ്ഥിതി മാസമുണ്ട്. എങ്കിലും പൊതുഫലം അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വൃശ്ചികക്കൂറുകാർ ഈ മാസം അനുകൂലമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആ ശ്രദ്ധ നമുക്ക് നല്ല ഫലങ്ങളെ ഉണ്ടാക്കി തരും. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുക. കൂടാതെ നിത്യവും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് കാണുക. എല്ലാ ദിവസത്തെ ഫലവും ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അത് ഇന്ന് 10 മണിക്ക് നാളത്തെ ഫലം വരും. അപ്പോൾ ഇന്ന് 10 മണിക്ക് നാളത്തെ ഫലം കിട്ടിയാൽ നമുക്ക് നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, അതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാനും ശ്രദ്ധിക്കാം. ഈ നക്ഷത്രഫലം അതിന് വേണ്ടിയാണ്, വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് ഫോൺ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിലൊക്കെ ചെന്നിട്ട് എല്ലാ ദിവസത്തെയും നക്ഷത്രഫലങ്ങളൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം. 2025 ചിങ്ങമാസം മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലഘട്ടം. തൊഴിൽ രംഗത്ത് അപമാനമുണ്ടാകാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം മാത്രം പോരല്ലോ, അപമാനമൊന്നും വരാതിരിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ സാഹചര്യത്തെ ഒഴിവാക്കണം. രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിയുമായി അകന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ എടുക്കാവൂ. യാത്രകൾ അനുകൂല സമയമല്ല. പാഴ്ചെലവ് വരാതെ ശ്രദ്ധിക്കണം. മക്കളിൽ നിന്ന് അനുകൂലമായ നിലപാടുകളുണ്ടാകും. അഭിമാനം തോന്നുന്ന നിമിഷങ്ങളും ഉണ്ടാകും. നല്ല സുഹൃബന്ധങ്ങൾ തകരാതെ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ തടസ്സം വരാം. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ധനുക്കൂറുകാർ ഈ മാസത്ത് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ദോഷം കുറയ്ക്കാം. അതേപോലെ എല്ലാ ദിവസവും ഞാനിടുന്ന യൂട്യൂബ് ഫലം കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കൂറുകാർ. ഉടക്കാലി ജ്യോതിഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെത്താം. അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചും സെർച്ച് ചെയ്താലും യൂട്യൂബിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെത്താം. എല്ലാ ദിവസത്തെയും നക്ഷത്രഫലങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയത്തിലെത്താം. ഈ പ്ലാനിങ് ഇല്ലാത്തതാണ് വിജയത്തിന് ദോഷം. 10 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ 10 രൂപ എങ്ങനെ ചിലവാക്കണമെന്ന് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതൊക്കെ അനുഭവിച്ച് പ്ലാൻ ചെയ്താൽ നാളെ നമുക്ക് അനുകൂല സമയത്ത് ഈ പ്ലാനിങ് പലർക്കും ഇല്ല. അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ച് നല്ല പ്ലാനിങ്ങോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല ജീവിതം നമുക്കുണ്ടാക്കാൻ കഴിയും. അത് പ്രത്യേകം ചെയ്യുക. ഇനി നമുക്ക് മകരക്കൂറുകാർക്ക് ചിങ്ങമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ളത്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറ് എല്ലാ മേഖലകളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും കരുതിയിരിക്കണം. അപ്പോൾ അത് കരുതിയിരിക്കുമ്പോൾ അത് വരുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മാനസിക പ്രയാസങ്ങൾ, മാനസിക അസ്വസ്ഥത എന്നിവ ഉണ്ടാകും. അത് മറ്റാർക്കും മാറ്റാൻ കഴിയില്ല. സ്വയം തന്നെ തീരുമാനിക്കണം. നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു വ്യക്തിക്ക്
അതുകൊണ്ട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും, മാനസിക അസ്വസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതുണ്ടാകാതിരിക്കാൻ നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മൊബൈലൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതിലൊക്കെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതൊക്കെ കേട്ട് മനസ്സ് സന്തോഷകരമാക്കുക. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഞാനൊരു പോസ്റ്റ് ഇടുന്നുണ്ട്, അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകും. ഒരു നാമജപമാണ്, അതിൻ്റെ കൂടെ ചേരുക, അപ്പോൾ മനസ്സ് സന്തോഷമാവും. കൃത്യം 6 മണിക്ക് എല്ലാ ദിവസവും പോസ്റ്റ് വരും. ഉദരരോഗം, ദഹന പ്രശ്നം എന്നിവയൊക്കെ ഉണ്ടാകും. വാക്ക് തർക്കങ്ങളിൽപ്പെട്ട് ചില പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങളിൽ പെടാതിരിക്കുക. യാത്രാ കാര്യങ്ങൾ അത്ര അനുകൂല സമയമല്ല. സന്താനങ്ങൾ മൂലവും മനപ്രയാസമുണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ നാളത്തേക്ക് നമുക്ക് പ്രയോജനപ്രദമായി വരുന്നു എന്ന് ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളെ അനുകൂലമുള്ളൂ, ബാക്കിയൊക്കെ അത്ര അനുകൂലമല്ല. പുതിയ ബിസിനസ് ആരംഭിക്കാം. അപകട സാധ്യതകൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. അപ്പോൾ ജീവിത പങ്കാളിയുമായി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ട, കാരണം ഈ സമയം അതിനനുകൂലമല്ല. ജീവിത പങ്കാളി മാത്രമേ അനുകൂലമുള്ളൂ, ബാക്കിയുള്ളവരത്ര മേന്മയില്ലാത്തതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ധനനഷ്ടമുണ്ടാകും. ഈ ജീവിത പങ്കാളിയുമായി അനുകൂലവും അല്പം മാത്രമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. എങ്കിലും അവരുമായി കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അനുകൂലാവസ്ഥ കൂടുതലുണ്ടാവും. എന്നാൽ ഈ രണ്ടിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് അല്പം ഭേദമായിരിക്കും എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. നക്ഷത്രത്തെ മാത്രം നോക്കുമ്പോൾ തിരുവോണ നക്ഷത്രക്കാർ കുറച്ചുകൂടെ മേന്മയുള്ളതായിരിക്കും. ഇത് ഒരു പൊതുഫലമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് അറിയാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ എല്ലാ ദിവസത്തെയും ഫലപ്പെടുന്നുണ്ട്. രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് പിറ്റേ ദിവസത്തെ ഫലം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. നമ്മൾ ശരിക്കും ആസൂത്രണം ചെയ്താൽ ജീവിതം മനോഹരമാകും. അതിനുവേണ്ടിയാണ് നക്ഷത്രഫലം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസത്തെയും ഫലങ്ങൾ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക. 2025 ചിങ്ങമാസത്തെ ഫലങ്ങൾ കുംഭക്കൂറുകാരുടെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗം, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം. പ്രണയകാര്യങ്ങൾക്ക് അനുകൂലമായ മാസമാണ്. കുടുംബ സംരംഭങ്ങൾ ലാഭകരമായി പ്രവർത്തനം നടത്താൻ കഴിയും. നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാകും. ധനപരമായും മറ്റ് കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടം കൈവരിക്കും. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല. പൈതൃക സ്വത്തിൻ്റെ പേരിൽ ചില കലഹങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത കുറയും, എന്നാൽ അതോടൊപ്പം സന്തോഷവും ഉണ്ടാകും. അധ്വാന ഭാരം പല രംഗത്തും കൂടും. വാഹന കാര്യങ്ങളിൽ അനുകൂലമാകും. കുടുംബത്തിൽ സമാധാനം ലഭിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പൊതുവേ വലിയ ദോഷമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ദിവസഫലം കാണാനായിട്ട് ശ്രദ്ധിക്കുക. ചില ദിവസങ്ങൾ അനുകൂലമല്ലാതെ വരാനോ. അപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ അറിഞ്ഞാൽ അത് ഗുണകരമാക്കി ഈ പൊതുഫലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ നക്ഷത്രഫലങ്ങൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ കാണുക. ഓടക്കാലി ജ്യോതിഷം എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇതിൽ കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താലും എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. ആ യൂട്യൂബ് ചാനൽ ദിവസവും കാണുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം നോക്കാം. പൂരുരുട്ടാതി അവസാന 1/4 ഭാഗം, ഉത്തരട്ടാതി രേവതി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ളത്. ആരോഗ്യകാര്യം അനുകൂലമാകും. ശത്രുക്കൾ മൂലമുള്ള ദോഷം അല്പം കുറയും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ദേഷ്യം കൂടും, അത് പല നഷ്ടത്തിനും ഇടയാക്കും. ക്രോധം മൂലം പല നഷ്ടങ്ങളുണ്ടാവും. അപ്പം മീനക്കൂറുകാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുക, ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല എന്ന് മനസ്സിലൊരു 10 പ്രാവശ്യം പറയുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുക, ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല എന്നൊരു മാസക്കാലം പറയുക. കാരണം അനാവശ്യമായ ദേഷ്യം നഷ്ടങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്തും ചില മാറ്റങ്ങൾ ഉണ്ടാകും. യാത്രാ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായിരിക്കും. കാർഷിക രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. കർമ്മസ്ഥാനം അത്ര മേന്മയേറിയതായിരിക്കില്ല. പൊതുവെ അത്ര അനുകൂലമായ സമയമൊന്നും അല്ല. മീനക്കൂറുകാർ വളരെ ശ്രദ്ധിച്ച് ഈ ചിങ്ങമാസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസവും ഫലമിടുന്നുണ്ട്. ഇതിപ്പോൾ മാസത്തെ ഫലമാണ്. ദിവസങ്ങൾ നന്നായി വരും. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തപ്പോൾ ശാന്തമാകാൻ ശ്രമിക്കുക. മനസ്സിനെ ശാന്തമാക്കാനും ദേഷ്യത്തെ കുറയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മീനക്കൂറുകാർ എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ ദിവസഫലം പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
അത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് പിറ്റേ ദിവസത്തെ ഫലം വരും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം സമയദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഉന്നത വിജയത്തിലെത്താം. അതിനു വേണ്ടിയാണ് നക്ഷത്ര ഫലങ്ങളെന്ന് മനസ്സിലാക്കുക. ജാതകം കൂടെ അനുകൂലമായിട്ടുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാവും. ജാതകം അനുകൂലമല്ലാത്തവർക്ക് ഇതിൽ ദോഷകരം കൂടെ ആണെങ്കിൽ കൂടുതൽ ദോഷമായിരിക്കും. ഇത് വളരെ ഗുണവും ജാതകം ദോഷവുമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ ലഘുവായൊക്കെയാണ് ചെയ്യുക. നാമജപത്തെ ഒഴിവാക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.